അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ സ്നാക്ക് തയ്യാറാക്കുന്നത്. ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പാൻ ചൂടായതിന് ശേഷം അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് പഴം ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് ചെറുതായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കേണ്ട, കുറച്ച് വലുതായിട്ട് തന്നെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പഴം ഏകദേശമൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു 100 ഗ്രാം ശർക്കരയിലോട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഉരുക്കിയെടുത്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ശർക്കരയൊക്കെ അതിൽ പിടിച്ച് നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വരണം. ഏകദേശമൊക്കെ ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവാനുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ ചുക്കും ഏലക്കയും കൂടി പൊടിച്ചതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ നമ്മുടെ സ്നാക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഏത്തപ്പഴം വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. നമുക്ക് ചായ തിളയ്ക്കുമ്പോഴത്തേക്കും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. പഴഞ്ഞുറുക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. പഴം വിളയിച്ചത് എന്നൊക്കെ പറയാറുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരാം. ഓക്കെ, താങ്ക് യു.